നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഓടിക്കുന്ന വാഹനത്തെക്കുറിച്ചൊരു കൃത്യമായ പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. വാഹനത്തിനകത്ത് നമ്മളിരുന്ന് ഇവിടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റിയറിങ്, കൈകൊണ്ട് തിരിക്കുന്ന സ്റ്റിയറിങ് അല്ലേ, സ്റ്റിയറിംഗ് വീല് തിരിക്കുമ്പോൾ വലത്തോട്ട് തിരിച്ചാൽ വണ്ടി വലത്തോട്ട് പോകുന്നു, ഇടത്തോട്ട് തിരിച്ചാൽ വണ്ടി ഇടത്തോട്ട് പോകുന്നുള്ള കഴിയും. അപ്പം നമ്മൾ കാല് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന 3 കമ്പോണൻസ് ഉണ്ട് അല്ലേ. ഒന്ന് വലത്തെ കാല് വെച്ച് 2 കമ്പോണൻസ് ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ആക്സിലറേറ്റർ ആണ്. ആക്സിലറേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാഹനത്തിന് വേഗത കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണന്റാണ്. രണ്ടാമത്തത് നടുക്കിരിക്കുന്ന സെൻട്രൽ ഇരിക്കുന്ന ബി, ബ്രേക്ക്. ബ്രേക്കിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ ദൂരത്തിൽ വേഗത്തിൽ നമ്മുടെ വാഹനത്തെ നിർത്താൻ ഉപയോഗിക്കുന്ന കമ്പോണന്റാണ് ബ്രേക്ക്. ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് വലത്തെ കാല് വെച്ചാൽ അല്ലേ. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ബ്രേക്ക് വേണ്ട, ബ്രേക്ക് ചെയ്യുമ്പോൾ ആക്സിലറേറ്ററും വേണ്ട. ഇനി മൂന്നാമതൊരെണ്ണമുണ്ട് സി, ക്ലച്ച്. ക്ലച്ചിന്റെ ധർമ്മം എന്താണ്? വാഹനത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന എഞ്ചിൻ ഔട്ട്പുട്ടിനെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് ക്ലച്ച്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കാലം വെച്ചാണ്? ലെഫ്റ്റ് ലെഗ് വെച്ച്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെഡൽസ് മാത്രമാണ് എവിടെ ഇരിക്കുന്നത്? നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ പ്രവർത്തനം നടക്കുന്നത് എവിടെ? ഇതിന് പുറത്ത് എഞ്ചിൻ റൂമിലാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആക്സിലറേറ്റർ പെഡല്, ബ്രേക്ക് പെഡല്, ക്ലച്ച് പെഡല്, അതാണ് ആ 3 കമ്പോണന്റ്, എ, ബി, സി.